മിഡ് നൈറ്റ് പ്രോമോ അപ്ഡേറ്റുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. നോമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോമോ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. CID രാംദാസിനെ ഒക്കെ ഈ ഒരു പ്രോമോയിൽ ആദ്യം കാണിക്കുന്നുണ്ട്. എന്താണ്, ആരെയാണ് നിങ്ങൾക്ക് നോമിനേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നത് നമ്മുടെ CID രാംദാസ്. ബിഗ് ബോസ് കുറെ റീസൺസ് അവർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എപ്പോഴത്തെയും പോലെ അഭിപ്രായമില്ലായ്മ, നിലവാരമില്ലായ്മ, കപടമുഖം, ആക്രമണ സ്വഭാവം, പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കൽ, ഇതൊക്കെ കുറെ കാരണങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഓരോരുത്തരും കൺഫെഷൻ റൂമിൽ ഇരിക്കുന്നത് ഓടിച്ച് കാണിക്കുന്നുണ്ട്. ഈ ഒരു പ്രോമോയില് സിബിൻ കരയുന്നത് അപ്പോഴാണെന്ന് തോന്നുന്നു, അതൊക്കെ കാണിക്കുന്നുണ്ട്. അതേപോലെ ഗബ്രി കൺഫെഷൻ റൂമിൽ ഇരിക്കുന്നത് കാണിക്കുന്നു. ഗബ്രിയുടെ നെഞ്ചത്ത് പവർ ബാഡ്ജ് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഗബ്രി എങ്ങനെയാണ് വീണ്ടും പവർ റൂമിൽ കയറിയത് എന്നറിയാൻ പേഴ്സണലി നല്ല ആകാംക്ഷയുണ്ട് കേട്ടോ. കാരണം പവർ റൂമിന്റെ കാര്യത്തില് വളരെയധികം ഭാഗ്യം തുണയ്ക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ഗബ്രി. ജാൻമണി എവിക്റ്റഡ് ആണ് ഈ ആഴ്ച. പണിഷ്മെന്റ് ആയിട്ട് സിബിൻ പവർ റൂമിൽ നിന്നും ഔട്ടാണ്. പൂജയാണെങ്കിൽ വോക്ക്ഡ് ഔട്ട് ഡ്യൂ ടു ഹെൽത്ത് റീസൺസ്. അപ്പൊ ആകെ ഋഷി, ശരണ്യ എന്നിവര് മാത്രമേ പവർ റൂമിൽ ഉള്ളൂ നാളെ. അപ്പൊ ബിഗ് ബോസ് അവരോട് ഒരാളെ എലക്ട് ചെയ്യാൻ പറയുന്നു. അങ്ങനെ തെരഞ്ഞെടുത്തതായിരിക്കാം ഗബ്രീനെ. അങ്ങനെ വരാനേ സാധ്യതയുള്ളൂ. പവർ ബാഡ്ജ് അടിച്ചു മാറ്റിയിടാനൊന്നും പറ്റത്തൊന്നുമില്ല. അധികാരമാണ്, അതിങ്ങനെ മാറി മറിഞ്ഞും ഒക്കെ പലരുടെയും കയ്യിൽ എത്തിക്കൊണ്ടേയിരിക്കും. അത് ഓരോരുത്തരുടെ കയ്യിൽ എത്തും തോറും കറപ്റ്റഡ് ആയിക്കൊണ്ടിരിക്കും. അതാണ് ഈ ഒരു ബേസിക് പവർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അതാണ് ഈ സീസണിന്റെയും പൊളിറ്റിക്സ്. നാളെ ലൈവില് കണ്ടറിയാം. എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.